ഇപ്പൊ മെസ്സി വരുന്ന സംഭവവും ഒരു ചാമ്പ്യൻസ് ലീഗും തമ്മിൽ ഭയങ്കര വലിയ വ്യത്യാസമുണ്ട്. കാരണം മെസ്സി വരുന്നത് അത് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണത്. അതിന് ഓൾറെഡി ഇവിടുത്തെ സംഘാടകർക്ക് 250 കോടി രൂപയുടെ മുടക്കുണ്ട്, അത്രയും ചെലവുണ്ട്. അപ്പൊ ഈ ചെലവാക്കിയതിന്റെ ഒരു പകുതിയെങ്കിലും ഇവർക്ക് കിട്ടണമല്ലോ. അപ്പൊ ടിക്കറ്റിന് വില ഇടും. ടിക്കറ്റ് വഴിയാണല്ലോ ഇവർക്ക് കൂടുതൽ ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി. അപ്പൊ ഇവര് ടിക്കറ്റിന് അതേപടിയുള്ള ക്യാഷ് ഇടും. പക്ഷെ ഇവിടെ അൽ നാസറോ റൊണാൾഡോയോ വരുന്നതിൽ FC ഗോവയ്ക്കോ അല്ല അവിടുത്തെ മറ്റു പരിപാടികൾക്കൊന്നും ഇങ്ങനെയുള്ള ചിലവോ ഹോസ്റ്റിംഗ് ചാർജോ പരിപാടിയൊന്നും ഇല്ല. പിന്നെന്തിനാണ് ഇവർ 5000 രൂപ ടിക്കറ്റ് ഇടുന്നത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചതിയാണ്. കാരണം റൊണാൾഡോ വരുന്നു, അൽ നാസർ വരുന്നു, അപ്പം നമുക്ക് കാശ് കയറ്റി വെക്കാം, അത്രയും ക്യാഷ് നമുക്ക് വരും എന്നുള്ള ഒരു ബിസിനസ് മൈൻഡ്. പക്ഷെ ശരിക്കും ഇതല്ല ഇവിടെ വേണ്ടത്. അൽ നാസർ വരുമ്പോൾ അൽ നാസറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളിക്കേണ്ടത്. തോൽപ്പിക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ ആയാലും ടീമിന്റെ ആയാലും ഉത്തരവാദിത്വം. അപ്പൊ അതിനെന്താ വേണ്ടത്? നമ്മുടെ ഹോമിലേക്കാണ് വരുന്നത്. നമുക്ക് ഹോം അഡ്വാൻറ്റേജ് വേണം ഇവിടെ. ഹോം അഡ്വാൻറ്റേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിയൽ ഫാൻസ് കളി കാണാൻ കയറണം. അപ്പോ പക്ഷെ അവർക്ക് കയറാൻ കഴിയുന്നില്ല. ഇത്രയും വലിയ എമൗണ്ടിൽ ടിക്കറ്റ് എടുത്ത് അവർക്ക് കളി കാണാൻ പറ്റുന്നില്ല. നമ്മളുടെ ഫാൻസിനൊക്കെ അത്ര വലിയ ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കളി കാണുന്ന ഒരു കൾച്ചർ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവരെ സംബന്ധിച്ച്, ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ച് 5000 10,000 എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ എമൗണ്ട് തന്നെയാണ് ഈ ഒരു ടിക്കറ്റിന്റെ കാര്യത്തിൽ.